ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം നമസ്കാരം വണക്കം. കൊങ്ങൻപട മഹോത്സവം, ചിറ്റൂർ ഭഗവതി അമ്മയുടെ കൊങ്ങൻപട മഹോത്സവം. എന്താണ് കൊങ്ങൻപട? യഥാർത്ഥ ചരിത്രം കൃത്യമായി പറയുകയാണെങ്കിൽ എരുത്തേമ്പതി, കൊഴിഞ്ഞാമ്പാറ, വടകരപ്പതി, നല്ലേപ്പിള്ളി, പെരുമാട്ടി, പട്ടഞ്ചേരി ഈ 6 ഗ്രാമപഞ്ചായത്തും ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടുന്ന ഈ ഭൂപ്രദേശത്തുള്ള ക്ഷേത്രങ്ങളെല്ലാം കൊച്ചിൻ ദേവസ്വമാണ്. പക്ഷേ പാലക്കാട് ജില്ലയിലുള്ള കൊല്ലങ്കോട് തൊട്ട് കൊടുവായൂർ, പല്ലസന, ഇവിടുള്ള കൊടുമ്പ് തൊട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളും മലബാർ ദേവസ്വമാണ്. എന്തുകൊണ്ട് ഈ മാറ്റം? എന്തുകൊണ്ട് കൊഴിഞ്ഞാമ്പറയിലുള്ള കോഴിപ്പതി വില്ലേജ്, വലിയ വെള്ളംപതി വില്ലേജ്, ഒഴലപ്പതി വില്ലേജ്, എരുത്തേമ്പതി ഇത്ര പതികൾ എന്തുകൊണ്ട് വന്നു? പതികൾ എന്ന് അവസാനിക്കുന്ന ഊരുകൾ വരാൻ കാരണം എന്താണ്? ഇതിനെല്ലാം ഒറ്റ ഉത്തരമാണ് ചരിത്രപരമായ കൊങ്കൻപട യുദ്ധം. തെക്കേ ഇന്ത്യയിൽ തന്നെ നടക്കുന്ന ഏക രണോത്സവം. രഥ ഉത്സവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ചിറ്റൂർ ഭഗവതി അമ്മയുടെ ഈ ഉത്സവം രണോത്സവമാണ്. യുദ്ധം തന്നെ ഒരു തിരുവിഴ, ഒരു മഹോത്സവമായി ആഘോഷിക്കുന്ന ജനങ്ങൾ. എന്തുകൊണ്ട്? കൃത്യമായി പറയുകയാണെങ്കിൽ മലയാള ഭാഷ ഉണ്ടാകുന്നതിന് മുമ്പ് സംഘതമിഴ് സാഹിത്യങ്ങളിൽ പറയുന്നത് പോലെ, തമിഴ് പറഞ്ഞാൽ ഇപ്പുള്ള തമിഴല്ല, ആ തമിഴ് വേറെയാണ്. ഇപ്പുള്ള തമിഴർക്ക് ആ തമിഴ് അറിയില്ല. മലയാള ഭാഷ ഉണ്ടാകുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ ഒറിജിനൽ തമിഴ് തന്നെ മലയാളമാണോ എന്ന് പോലും സംശയമുണ്ട്. ഒറിജിനൽ തമിഴ് തന്നെ ഇപ്പുള്ള മലയാള ഭാഷയാണോ എന്നുള്ള സംശയമുണ്ട്. കാരണം പല ഒറിജിനൽ തമിഴ് വാക്കുകളും മലയാളത്തിലാണ്. മികപ്പെരിയ തണ്ണീർ വന്നത് എന്ന് പറയാൻ വെള്ളം എന്ന് പറയും. മലയാളത്തിൽ വെള്ളമാണ്, വെള്ളപ്പൊക്കമാണ്. അകം എന്ന് പറഞ്ഞാൽ ഉള്ളേ, പുറം എന്ന് പറഞ്ഞാൽ വെളിയെ, അകത്തേക്ക് പുറത്തേക്ക്. പല മലയാള വാക്കുകളും ഒറിജിനൽ തമിഴ് വാക്കുകളാണ്. അതായത് മലയാള ഭാഷ ഉണ്ടാകുന്നതിന് മുമ്പ് ചേര, ചോഴ, പാണ്ഡ്യ, പല്ലവന്മാർ തെക്കേ ഇന്ത്യ ഭരിക്കുമ്പോൾ ഭൂമിയെ, മണ്ണിനെ 5ആയി തരംതിരിച്ചിരുന്നു. കുറിഞ്ചി, മുല്ലൈ, മരുതം, പാലൈ, നെയ്തൽ. പാലൈ അതായത് ഡെസേർട്ട്, മരുതം എന്ന് പറഞ്ഞാൽ മലയും മലയോര പ്രദേശങ്ങളും, നെയ്തൽ പറഞ്ഞാൽ കടലും കടലോര പ്രദേശങ്ങളും. അങ്ങനെ പാലൈ എന്ന് പറഞ്ഞാൽ പാലൈ നിലം, പാലൈ വനം, ഡെസേർട്ട്, ഹാഫ് ഡെസേർട്ട്. പാലക്കാട് ചുരം എന്ന് പറയുന്നത് പശ്ചിമഘട്ട പർവ്വതനിരകളുടെ ഏക ചുരമാണ്. 2 മൺസൂൺ കിട്ടുന്ന സ്ഥലമാണ്. മഴ നിഴൽ പ്രദേശമാണ്. ഹാഫ് ഡെസേർട്ടാണ്. അതിൻ്റെ അടയാളമാണ് കരിമ്പന. കരിമ്പന മരങ്ങൾ കൂടുതലുണ്ടായിരുന്ന സ്ഥലമാണ്. ഭൂഗർഭജലം ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. പാലൈക്കാട്, പാലൈക്കാടാണ് എറ്റിമോളജിക്കൽ സയൻസ് അടിസ്ഥാനത്തിൽ ഒരു സ്ഥലത്തിൻ്റെ പേര് വരുന്നത്. ആ സ്ഥലത്തിൻ്റെ നടന്ന സംഭവങ്ങൾ ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ പാലൈക്കാടാണ് പാലക്കാടായത്. അങ്ങനെ ഈ പ്രദേശത്തെ പൊറൈനാട് എന്ന് പറയും. അങ്ങനെ പൊറൈനാടായി ഈ ഭൂപ്രദേശമുള്ള സമയത്തും ഇപ്പോൾ ഉള്ള ഈ ചിറ്റൂർ ഇൻഡിവിജ്വൽ പ്രോവിൻസ് ആണ്. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ വില്യം ലോഗൻ എന്നുള്ള ബ്രിട്ടീഷുകാർ എഴുതിയ ആ പുസ്തകം മലബാർ മാനുവൽ. കൊങ്ങമ്പടയ്ക്ക് മുമ്പും ഇവിടെ തമിഴർ ഉൾപ്പെടെയുള്ള എല്ലാ ജനങ്ങളും വസിച്ചിരുന്നു, കൃഷി ചെയ്തിരുന്നു. നല്ലപോലെ നെൽകൃഷി നടന്ന സ്ഥലമാണ്. സ്വാഭാവിക തേക്കിൻകാടാണ്. അങ്ങനെയുള്ള ഈ ഭൂപ്രദേശത്തെ ആരോടും ചേരാതെ ഇൻഡിവിജ്വൽ പ്രോവിൻസ് എന്നാണ് വില്യം ലോഗൻ മലബാർ മാനുവലിൽ കുറിക്കുന്നത്. ആരോടും ചേരാതെ ഈ ഇൻഡിവിജ്വൽ പ്രോവിൻസിനെ ചുറ്റുണ്ടായിരുന്ന രാജാക്കന്മാർ തങ്ങളോട് ചേർക്കാൻ, ഈ ഭൂപ്രദേശത്തെ അപഹരിക്കാൻ തക്കതായ തരുണം കാത്തിരുന്നു. പക്ഷേ തക്കതായ കാരണമില്ലാതെ ഈ ചിറ്റൂർ ഭൂപ്രദേശത്തിൻ്റെ മുകളിൽ യുദ്ധം പ്രഖ്യാപിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് മടിച്ചിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു സംഭവം നടന്നു. അതാണ് കൊങ്ങൻപട യുദ്ധത്തിന് കാരണമായത്. എന്തായിരിക്കും ആ സംഭവം? ശ്വേതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗത്സ്ഥിതേ ജഗന്മാതർ മഹാലക്ഷ്മി നമോസ്തുതേ. രാജകേശരി പെരുവഴി എന്ന് പറയപ്പെടുന്ന പെരുവഴി എന്ന് വെച്ചാൽ ഹൈവേ. പേരൂരിൽ നിന്നുമുള്ള ആ പെരുവഴി ഹൈവേ വേലന്താവളം, ഇപ്പോഴത്തെ തമിഴ്നാട് കേരള അതിർത്തി വേലന്താവളം, കൊഴിഞ്ഞാമ്പാറ, നാട്ടുകൽ, നല്ലേപ്പിള്ളി, ചിറ്റൂർ ഗവൺമെൻറ് കോളേജ് വഴി പുഴപ്പാലം വഴി കടന്നു പോകുന്ന ഈ പെരുവഴി ഹൈവേ തത്തമംഗലം, കൊടുവായൂർ, ആലത്തൂർ വഴി ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് ലോകപ്രസിദ്ധമായ മുസിറീസ് ഹാർബർ. ഇൻ്റർനാഷണൽ പോർട്ടാണത്. അവിടേക്ക് പോയ കച്ചവട സാധനങ്ങൾ കൊണ്ടുപോകുന്ന കച്ചവടക്കാർ ഈ ലോങ് ജേണി, നീണ്ട സഞ്ചാരത്തിൽ റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ് ചിറ്റൂർ കോളേജിൻ്റെ അടുത്തുള്ള
പുഴയുടെ ഓരത്ത്. പതിവ് പോലെ ഒരു സമയത്ത് ഇവർ റെസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വന്ന വെള്ളപ്പൊക്കത്തിൽ ഈ വ്യാപാര സാധനങ്ങളെല്ലാം ഒലിച്ചുപോയി. ഇവരുടെ അശ്രദ്ധ കാരണം ഇതെല്ലാം പോയി എന്ന് പറഞ്ഞാൽ രാജാവ് ശിക്ഷിക്കും. കൊങ്കു രാജാവ് ശിക്ഷിക്കുമെന്നുള്ളത് കൊണ്ട് ചിറ്റൂർ ജനങ്ങൾ കൊള്ളയടിച്ചു എന്നുള്ള നുണ പറഞ്ഞു. തക്കതായ തരുണം കാത്തിരുന്ന കൊങ്കു രാജാവ് ചിറ്റൂരിൻ്റെ മുകളിൽ യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് കൊങ്കമ്പടയ്ക്ക് കാരണമാകുന്നത്. കൊങ്കു രാജാവ് എന്ന് പറഞ്ഞാൽ ചോള രാജ്യത്തിൻ്റെ ഒരു ചെറിയ പാർട്ടാണ്, അവസാനത്തെ ഘട്ടമാണ്. എന്നാലും അവരുടെ സന്നാഹങ്ങൾ ഏറ്റവും വലുതാണ്. അത്രയും വലിയ സന്നാഹങ്ങളെ നേരിടാനുള്ള ശേഷി ചിറ്റൂർ ജനങ്ങൾക്കില്ല. പാലക്കാട് രാജാവിനോട് ഹെൽപ്പ് ചോദിച്ചപ്പോൾ അദ്ദേഹം കൈമലർത്തി. കാരണം പാലക്കാടിൻ്റെ സന്നാഹങ്ങളെല്ലാം മംഗളാപുരത്ത് യുദ്ധത്തിലായിരുന്നു. നമ്മൾ വീണ്ടും തൃശ്ശൂരെത്തി. പഴയന്നൂരിലുള്ള ഒരു ക്യൂനാണ് പഴയന്നൂർ ഭഗവതി. അവരാണ് നമുക്ക് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മളെ ഈ യുദ്ധത്തിൽ വിജയിപ്പിക്കാൻ വേണ്ടി ചിറ്റൂർ എത്തി. ചിറ്റൂർ ഭഗവതി അമ്മയായി. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഇപ്പോഴുള്ള രാഷ്ട്രീയ പാർട്ടികളിലുള്ള എല്ലാ പാർട്ടിക്കാരും അവരവരുടെ സ്വന്തം നേതാക്കളെ ഇപ്പോഴുള്ള ടെക്നോളജി കമ്പ്യൂട്ടർ ഡിസൈനിങ് ആണ്. ഡിസൈൻ ചെയ്ത് ഫ്ലക്സ് വെക്കും. അപ്പോൾ ഉണ്ടായിരുന്ന ടെക്നോളജി കല്ലിൽ കൊത്തിവെക്കുന്നതാണ്. നമ്മുടെ ക്യൂൻ ആ കൊങ്കമ്പട യുദ്ധത്തിലെ നമ്മുടെ മണ്ണിനെയും മക്കളെയും സംരക്ഷിച്ച ചിറ്റൂർ ഭഗവതി അമ്മയെ കല്ലിൽ കൊത്തിവെച്ച് ദൈവമായി വഴിപെടുന്ന ക്ഷേത്രമാണ് ചിറ്റൂർ ഭഗവതി അമ്മൻ ക്ഷേത്രം. അതിൻ്റെ തൊട്ട് തന്നെ പഴയന്നൂർ ഭഗവതി ക്ഷേത്രവും ഉണ്ടാകും. ചരിത്രം അതാണ്. ഇത് ചിറ്റൂർ ഭഗവതി അമ്മയുടെ ക്ഷേത്രമുറ്റം. നമുക്ക് കൊങ്ങൻപടയുടെ ചരിത്ര സംഭവങ്ങളിലൂടെ കടന്നു വരാം. ചരിത്രമായി ഇവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു വലിയ പാളിച്ചയുണ്ട്. അതായത് കഥകളായിട്ടാണ് നമ്മളത് ഉൾക്കൊള്ളുന്നത്. ചിറ്റൂർ ഭഗവതി അമ്മയുടെ കൊങ്കൻപട എന്നുള്ളത് സങ്കല്പങ്ങളോ ഐതിഹ്യങ്ങളോ അല്ല, ഇവിടെ നടന്ന ചരിത്ര സംഭവങ്ങളാണ്. ചരിത്രമായിട്ട് തന്നെ ഉൾക്കൊള്ളാതെ കഥകൾ എന്ന് നമ്മൾ പറഞ്ഞു വന്നതുകൊണ്ട് കഥകളായി തന്നെ നമ്മൾ കരുതുന്നു. ലോക ചരിത്രത്തിൽ തന്നെ ചരിത്രങ്ങളായി ഉൾക്കൊണ്ട സമൂഹം മാത്രമേ മുന്നോട്ട് പോയിട്ടുള്ളൂ. ചിറ്റൂർ ഭഗവതി അമ്മയുടെ ഈ ചരിത്ര സത്യങ്ങളായ സംഭവങ്ങളിൽ നമ്മൾ നേരിട്ട് കാണാൻ സംഭവ സ്ഥലങ്ങളിലൂടെ ആർക്കിയോളജി, അതായത് പുരാവസ്തു ഗവേഷണ കേന്ദ്രം ഉൾപ്പെടെ പല രീതിയിലുമുള്ള പഠനങ്ങളും ആധാരങ്ങളും ശിലാലിഖിതങ്ങളും ഉള്ള ഈ സംഭവങ്ങളിലൂടെ കടന്ന് കൊങ്ങൻപട എന്നുള്ളത് ഇവിടെ നടന്ന ചരിത്രമാണ് എന്നുള്ളത് നമുക്ക് കണ്ട് ഉണരാം. ചിറ്റൂർ ഭഗവതി അമ്മയുടെ കൊങ്കൻപട ചിറ്റൂർ പ്രദേശത്തിന് മുഴുവനും ഉടനീളം നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള സ്ഥലനാമങ്ങളെല്ലാം ചിറ്റൂർ കൊങ്ങൻപടയോട് ബന്ധപ്പെട്ട സ്ഥലനാമങ്ങളാണ്. അതായത് ഈ സ്ഥലം, നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം വാൾ വെച്ചപാറ ചിറ്റൂർ ഭഗവതി അമ്മൻ ക്ഷേത്രം. വാൾ വെച്ചപാറ. ഈ ഉടനീളം ഈ യുദ്ധം നടന്ന സ്ഥലങ്ങളിലെല്ലാം ആ സ്ഥലനാമങ്ങൾ അറിയപ്പെടുന്നത് പോലെ ഇവിടെ ചിറ്റൂർ ഭഗവതി അമ്മൻ വാൾ വെച്ച് റെസ്റ്റ് ചെയ്ത സ്ഥലം എന്നറിയപ്പെടുന്ന ആ ഒരു സ്ഥലമാണ് ഈ വാൾ വെച്ചപാറ. തെക്കേ ഇന്ത്യൻ രാജാക്കന്മാർ കടൽ കടന്നും പല രാജ്യങ്ങളിലും കച്ചവടം ചെയ്തിരുന്നു. കാലഘട്ടങ്ങൾക്ക് മുമ്പേ, ആയിരങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ. അങ്ങനെ പ്രകൃതിയോട് ഒത്തിണങ്ങിയ അവരുടെ സഞ്ചാരം, കടൽ സഞ്ചാരം വളരെ വലുതാണ്, അത്ഭുതകരമാണ്. കാരണം നമ്മൾ ചരിത്രത്തിൽ കാണുന്നതെല്ലാം പ്രകൃതിക്കെതിരെ പൊരുതാൻ കഴിയാതെ പല രാജാക്കന്മാരും തിരിച്ചുപോയതും തോറ്റുപോയതുമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ തെക്കേ ഇന്ത്യൻ രാജാക്കൾ ഒരു പ്രശ്നവും ഇല്ലാതെ പ്രകൃതിയോട് ഒത്തിണങ്ങിയ കടലിലൂടെയുള്ള സഞ്ചാരങ്ങൾ വലിയ വലിയ സഞ്ചാരങ്ങളായിരുന്നു. അതിനവർക്ക് വലിയ തോതിൽ സപ്പോർട്ട് ചെയ്തിരുന്ന രണ്ട് ജീവികളാണ്. ഒന്ന് ആമ, ടർട്ടിൽ. രണ്ടാമത്തത് കുട്ടിത്തേവാങ്ക്. അതായത് ഒറീസയിലുള്ള ഒരു ആമ, കടലാമ മുട്ടയിടാൻ കാനഡയ്ക്ക് പോകും. അത്രയും ദൂരം കടലിൽ സഞ്ചരിക്കുന്ന ശേഷിയുള്ളവയാണ് കടലാമകൾ. ഒരു ആമ എന്ന് പറയുന്നത് ഒരു ദിവസം 85 കിലോമീറ്റർ മാത്രമേ നീന്താൻ കഴിയുള്ളൂ. പക്ഷേ ഓഷൻ കറണ്ട് എന്നറിയപ്പെടുന്ന കടൽ കറണ്ട് നീരോട്ടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അത്രയും ദൂരം സഞ്ചരിക്കാൻ അവകൾക്ക് കഴിയും. പണ്ട് നമ്മുടെ തെക്കേ ഇന്ത്യൻ രാജാക്കളുടെ കപ്പലുകൾ ഈ കടലാമകളെ പഴക്കി ഈ കപ്പലുകളുടെ മുമ്പ് വഴികാട്ടി അങ്ങനെയാണ് ഇവിടെ ഇത്രയും ദൂരം സഞ്ചരിച്ചത്. തങ്ങളുടെ രാജ്യത്തിന്റെ കൊടി വാനുയരെ പറക്കാൻ കാരണം
ഈ കടൽ യാത്രകളും ഇവരുടെ ഇത്രയും വാണിജ്യ ശക്തിയുമാണ്. അത്രയ്ക്കും തങ്ങളുടെ കൊടി വാനുയരെ പറക്കാൻ കാരണം ഈ ആമകളുടെ വഴികാട്ടുതലാണ്. ആ ആമകൾക്ക് അവർ നൽകിയ ഒരു ബഹുമാനം, ആ മര്യാദ എന്നുള്ളത് വലുതാണ്. ഇപ്പോഴും കടൽ കടന്ന് കച്ചവടം ചെയ്ത രാജാക്കൾ കെട്ടിയ ക്ഷേത്രങ്ങളിൽ ഉള്ള വിളക്കുമരം, കൊടിമരം, അതിന്റെ താഴോട്ട് ഇങ്ങനെ ആമയുണ്ടാകും. ക്ഷേത്രങ്ങളിലുള്ള കൊടിമരം, വിളക്കുമരം, ഇതിന്റെ താഴോട്ട് ആമയുള്ളത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകാറില്ല. കടൽ കടന്ന് കച്ചവടം ചെയ്ത് ഉള്ള രാജാക്കൾ, ചേര, ചോള, പാണ്ഡ്യ, പല്ലവ രാജാക്കൾ, ഇവർ കടൽ കടന്ന് കച്ചവടം ചെയ്ത രാജാക്കളാണ്. ഇവർ കെട്ടിയ ക്ഷേത്രങ്ങളിൽ മാത്രമേ വിളക്കുമരത്തിന്റെയും കൊടിമരത്തിന്റെയും താഴോട്ട് ആമകൾ ഉണ്ടാകാറുള്ളൂ. നമ്മുടെ ഭൂമിയിലുള്ള ഊരുകളുടെ പേര് എങ്ങനെ വന്നു എന്നുള്ള ഒരു റിസർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എല്ലാവർക്കും ഒരു പേരുള്ളതുപോലെ നമ്മൾ ജീവിക്കുന്ന ഈ ഊരുകൾക്കെല്ലാം ഒരു പേരുണ്ട്. ഈ ഊരുകളുടെ പേരുകൾ എങ്ങനെ വന്നു, സ്ഥലനാമ പുരാണം എന്നുള്ള ആ വിഷയത്തിലേക്ക് നമ്മൾ സഞ്ചരിച്ചു നോക്കുകയാണെങ്കിൽ പുരാവസ്തു ഗവേഷണ അടിസ്ഥാനത്തിലും റിസർച്ച് എന്നുള്ള നിലയ്ക്കും ഒരു സ്ഥലത്തിൽ നടന്ന സംഭവങ്ങൾ ചരിത്രങ്ങളിൽ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു ഊരിന് പേര് വരാറുള്ളൂ. ഇത് എറ്റിമോളജിക്കൽ സയൻസ് എന്ന് പറയും. ഭൂമി ഫുള്ളുമുള്ള ഊരുകളുടെ പേരുകൾ എങ്ങനെ വന്നു എന്നുള്ള ആ ഒരു റിസർച്ച് എറ്റിമോളജിക്കൽ സയൻസ്. കാലഘട്ടങ്ങൾ മാറുമ്പോൾ ഒരു ഊരിന്റെ പേര് ഉച്ചാരണത്തിലും വാക്കുകളിലും മാറുമ്പോൾ മാളപ്രൂഫിസം എന്ന് പറയും. മാളപ്രൂഫിസം എന്ന് പറഞ്ഞാൽ ആ ഊരുകളുടെ പേര് എങ്ങനെ അറിയപ്പെട്ടോ അത് കാലപ്പോക്കിൽ നമ്മുടെ സഞ്ചാരത്തിൽ വാക്കുകളിൽ ഉച്ചാരണങ്ങൾ മാറുമ്പോൾ മാറാറുള്ളതാണ് മാളപ്രൂഫിസം. അങ്ങനെ എറ്റിമോളജിക്കൽ സയൻസ് പുരാവസ്തു ഗവേഷണ അടിസ്ഥാനത്തിലും മാളപ്രൂഫിസം എന്നുള്ള വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലും ഒരു ഊരിന്റെ പേര് എങ്ങനെ വന്നു എന്ന് നമ്മൾ സഞ്ചരിച്ചു നോക്കുമ്പോൾ ആ സ്ഥലത്തിൽ നടന്ന ചരിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഊരുകളുടെ പേര് വരാറുള്ളൂ. ചിറ്റൂർ ഭഗവതി അമ്മയുടെ കൊങ്ങൻപട നടന്ന സംഭവ സ്ഥലങ്ങൾ എന്ന് നമ്മൾ കരുതുന്ന സ്ഥലങ്ങളിലെല്ലാം സഞ്ചരിക്കുമ്പോൾ ആ സ്ഥലങ്ങളുടെ പേരുകളെല്ലാം കൊങ്ങൻപടയുടെ ആ സാന്നിധ്യം ഉള്ളവയാണ്. ചിറ്റൂർ ഈ കാട്ടിനുള്ളിൽ, ഈ വനത്തിനുള്ളിലുള്ള ഒരു ചിന്ന ഊർ ചിറ്റൂർ, അതാണ് ചിറ്റൂർ. ഈ യുദ്ധം നടന്ന ഈ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഊരുകളുടെ പേരുകൾ, ഈ യുദ്ധത്തിൽ എത്ര ചെലവ് ആയി ഇങ്ങനെയുള്ള കണക്ക് വഴക്കുകൾ നോക്കിയ ഒരു കുന്ന്, കാരണം ഉടനീളം ചുരത്തിനുള്ളിലുള്ള ചെറിയ ചെറിയ കുന്നുകളുണ്ട്. അങ്ങനെ കണക്ക് നോക്കിയ പാറയാണ് കണക്കൻ പാറ. ചിറ്റൂർ ഭഗവതി അമ്മൻ തന്നുടെ വാളിനെ വെച്ച് പൂജിച്ച് റെസ്റ്റ് ചെയ്ത സ്ഥലമാണ് വാൾ വെച്ച പാറ. ശത്രുക്കളെ തന്റെ വാളിനെ ഇറയാക്കിയ സ്ഥലമാണ് വാഴര. ചിറ്റൂർ നെല്ലേപ്പള്ളിയിൽ നിന്നും കൊഴിഞ്ഞാമറ വഴി വരുമ്പോൾ വാഴര പറഞ്ഞൊരു സ്ഥലം നമുക്ക് കാണാൻ സാധിക്കും. ഇത് കാടാണ്. അത്രയും ഒരു നല്ല വനത്തിൽ അത്തിമരക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് അത്തിക്കാട്. അത്തിക്കാടാണ് വേലന്താവളം വഴി നമ്മൾ പോകുമ്പോൾ കൊഴിഞ്ഞാമറയ്ക്ക് അടുത്ത്, നാട്ടുകല്ലിനടുത്ത് നമ്മൾ കാണുന്ന സ്ഥലം അത്തിക്കാട്. അത്തിക്കാട് കാലപ്പോക്കിൽ അത്തിക്കോടായി. അതുപോലെ പനമരക്കൂട്ടങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പനയൂർ അത്തിക്കാട്, അത് പനയൂർ അത്തിക്കോടായി. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളുടെ നാമങ്ങളും ആ സ്ഥലത്തിൽ നടന്ന ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളൂ. കൊങ്ങൻപട എന്നുള്ളത് സങ്കല്പമോ ഐതിഹ്യമോ അല്ല, ഇവിടെ നടന്ന ചരിത്രമാണ്. ഇതിനെ ചിറ്റൂരിനെ ഉടനീളം സഞ്ചരിക്കുമ്പോൾ നമ്മൾ കാണുന്നതെല്ലാം നമുക്ക് ഉണരാൻ കഴിയും. ഇപ്പോഴും ചിറ്റൂർ എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ള 6 ഗ്രാമപഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയുമാണ് ചിറ്റൂർ. ഈ ചിറ്റൂരിൽ ജീവിക്കുന്ന പലരുടെയും മാതൃഭാഷ തമിഴാണ്. കൊങ്ങമ്പടയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ തമിഴർ ജീവിച്ചിരുന്നു. പൊറൈനാട് എന്ന് പറയുന്ന സംഘകാല സാഹിത്യങ്ങളിൽ പറയപ്പെടുന്ന ആ രാജ്യമായിരുന്നു ഇത്, ചേരചോള പാണ്ഡ്യ പല്ലവ കാലത്ത്. ഈ യുദ്ധം പ്രഖ്യാപിക്കുന്ന സമയത്ത് കൊങ്കു രാജാവ് തൻ്റെ സഹാക്കളോട്, തൻ്റെ സന്നാഹങ്ങളോട് ഇവിടെ യുദ്ധത്തിന് എത്തുമ്പോൾ അവർ മാതൃഭാഷ തമിഴാണ്. ഇവിടെ ആൾറെഡി കുറേ തമിഴരുണ്ട്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം,
ജാതിയില്ല മതമില്ല എന്ന് പറയുന്ന നമ്മൾ ഭാഷ പോലും ഇല്ലാതെ, ഭാഷ പോലും വേണ്ട, നമ്മുടെ മണ്ണും മക്കളുമാണ് വലുത് എന്ന് ഇവിടുള്ള തമിഴന്മാർ, ഇവിടുള്ള തമിഴർ, അത് പല ജാതിയിൽപ്പെട്ട മാതൃഭാഷ തമിഴായി ഉള്ള തമിഴർ കൊങ്ങമ്പട യുദ്ധത്തിൽ ചിറ്റൂർ ഭഗവതിയമ്മയോട് നിന്നു. ഈ പടയോട് നിന്ന് കൊങ്കുരാജാവിനെ തോൽപ്പിക്കാൻ യുദ്ധം ചെയ്തു. അതുകൊണ്ട് യുദ്ധത്തിന് ശേഷം ഈ ജനങ്ങൾ വേർതിരുത്തി നോക്കാൻ പാടില്ല, ഭാഷ തമിഴായതുകൊണ്ട്. അതുകൊണ്ട് ഈ ജനങ്ങൾ ജീവിച്ച ഈ സ്ഥലങ്ങളെല്ലാം പതിച്ചു കൊടുത്തു. അതാണ് എരുത്തേമ്പതി, കോഴിപ്പതി, വലിയ വള്ളംപതി, ഒളലപ്പതി, വടകരപ്പതി ഉൾപ്പെടെയുള്ള 17 പതികൾ. കാരണം എരുത്തേമ്പതി, കൊഴിഞ്ഞാമ്പാറ, വടകരപ്പതി, നെല്ലേപ്പിള്ളി, പെരുമാട്ടി, പട്ടഞ്ചേരി, ചിറ്റൂർ, തത്തമംഗലം മുനിസിപ്പാലിറ്റി, ഈ 6 ഗ്രാമപഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും കൊങ്ങമ്പട യുദ്ധത്തിന് ശേഷം സ്നേഹപാരിതോഷികമായി തിരുക്കൊച്ചിക്ക് സ്വയം കൊടുത്തു, ഗിഫ്റ്റ് കൊടുത്തു. അതുകൊണ്ടാണ് ഇത് തിരുക്കൊച്ചിയായത്. ഇപ്പോഴും ബ്രിട്ടീഷുകാരൻ ഭരിച്ചപ്പോൾ കൊല്ലങ്കോടും മുതലമടയും ആലത്തൂരും കൊടുവായൂരും മലപ്പുറവും വടക്കഞ്ചേരിയും കോഴിക്കോടും പാലക്കാടും എല്ലാം മലബാറായിരുന്നു, മെഡ്രാസ് സ്റ്റേറ്റ് ആയിരുന്നു, അതായത് തമിഴ്നാടിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ എരുത്തേമ്പതിയും കൊഴിഞ്ഞാമ്പാറയും വടകരപ്പതിയും നെല്ലേപ്പിള്ളിയും പെരുമാട്ടിയും പട്ടഞ്ചേരിയും ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പാലിറ്റിയും ഈ 6 ഗ്രാമപഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും ഏത് കാലത്തും മദ്രാസ് സ്റ്റേറ്റോ അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ഭാഗമായോ മലബാർ ജില്ലയോ ആയിരുന്നില്ല. ഇപ്പോഴും അല്ല, ഇത് തിരുക്കൊച്ചി തന്നെയാണ്. അതുകൊണ്ടാണ് ഈ 6 ഗ്രാമപഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയിലുമുള്ള ക്ഷേത്രങ്ങൾ ഇപ്പോഴും കൊച്ചി ദേവസ്വത്തിൻ്റെയാണ്. പക്ഷേ പാലക്കാട് ഉൾപ്പെടെയുള്ള കൊടുമ്പ് ഉൾപ്പെടെയുള്ള ആ ഭൂപ്രദേശത്തുള്ള പഴയ മലബാറിൻ്റെ എല്ലാ ക്ഷേത്രങ്ങളും മലബാർ ദേവസ്വമാണ്, ചരിത്രമാണ്. ഇപ്പം നിങ്ങൾ പറയാം, ഇതൊക്കെ 1956 നവംബർ 1 മുമ്പല്ലേ, ഇപ്പം എല്ലാം കേരളമായില്ലേ എന്ന് ചോദിക്കാം. ഇല്ല, 1956 നവംബർ 1 ശേഷവും ഇപ്പോഴും ഈ 6 ഗ്രാമപഞ്ചായത്തും എരുത്തേമ്പതി, കൊഴിഞ്ഞാമ്പാറ, വടകരപ്പതി, നെല്ലേപ്പിള്ളി, പെരുമാട്ടി, പട്ടഞ്ചേരി, ചിറ്റൂർ, തത്തമംഗലം മുനിസിപ്പാലിറ്റി ഒരു മുനിസിപ്പാലിറ്റിയും ഉൾപ്പെട്ട ഈ ഭൂപ്രദേശം ഇപ്പോഴും തിരുക്കൊച്ചി നിയമങ്ങൾ തന്നെയാണ്. കാരണം ഈ ഭൂപ്രദേശം കൊച്ചിക്ക് സ്നേഹപാരിതോഷികമായി നമ്മൾ തന്നെ സ്വയം കൊടുത്തു. കാരണം കൊങ്ങൻപട യുദ്ധത്തിൽ നമ്മളെ ജയിപ്പിച്ചത് കൊച്ചിയാണ്, ചിറ്റൂർ ഭഗവതി അമ്മയാണ്. ഭാഷകളുടെ അമ്മ തമിഴ്, അച്ഛൻ സംസ്കൃതം എന്ന് പറയാറുണ്ട്. ഇവകളുടെ കുഞ്ഞുങ്ങളാണ് തെലുങ്ക്, കന്നഡം, മലയാളം, നമ്മുടെ മലയാള ഭാഷ ഉൾപ്പെടെ ഇവകളുടെ എല്ലാം കൂട്ടിയുള്ള ഒരു കലവയാണ്. അങ്ങനെ ഒറിജിനൽ തമിഴില് അഹം എന്ന് പറഞ്ഞാൽ ഉള്ളേ എന്നാണ് അർത്ഥം, പുറം എന്ന് പറഞ്ഞാൽ വെളിയെ എന്നാണ് അർത്ഥം. പല ഒറിജിനൽ തമിഴ് വാക്കുകളും ഉപയോഗിക്കപ്പെടുന്നത് മലയാളത്തിലുമാണ്. മലയാളത്തിൽ ഉള്ളേ എന്ന് പറയാൻ അകത്തേക്ക് എന്ന് പറയും, പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ വെളിയെ എന്ന് പറയും. അങ്ങനെ നമ്മുടെ ചിറ്റൂർ എന്ന് പറഞ്ഞ ഈ സ്ഥലം എക്കാലത്തും ഒരു ഇൻഡിവിജ്വൽ പ്രോവിൻസ്. വില്യം ലോഗൻ എന്നുള്ള ഒരു ബ്രിട്ടീഷ് അധികാരി ചിറ്റൂരിന്റെ ചരിത്രം എഴുതുമ്പോൾ മലബാർ, കൊച്ചി, മെഡ്രാസ് സംസ്ഥാനം ഇങ്ങനെ ഏതോടും ചേരാത്ത ഒരു ഇൻഡിവിജ്വൽ പ്രോവിൻസ്, തനി രാജ്യമായിരുന്നു എക്കാലത്തും. 1956 നവംബർ 1 കേരളം രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് വരെ ഇതൊരു തനി രാജ്യമാണ്. ഈ രാജ്യ അതിർത്തി എന്ന് പറയുന്നത് ഇപ്പോഴും തമിഴ്നാട് സംസ്ഥാനത്തിന്റെയും കേരള സംസ്ഥാനത്തിന്റെയും അതിർത്തികളാണ്. ആ അതിർത്തി ഊരുകളുടെ പേരുകളാണ്. അതായത് ഇവിടെ നിന്നും പുറത്തേക്കുള്ള വഴികളെല്ലാം, പുറം ചെല്ലക്കൂടിയ വഴികളെല്ലാം പുറം എന്ന് അവസാനിക്കും. അതിന്റെ പേരുകളാണ് ഗോവിന്ദാപുരം, മീനാക്ഷിപുരം, ഗോപാലപുരം. വാളയാറല്ല, ആ സ്ഥലത്തിന്റെ പേര് ചന്ദ്രപുരം. ഇങ്ങനെ സ്ഥലനാമങ്ങൾ, കൊങ്ങൻപട എന്നുള്ള ചരിത്രം ഇവിടെ നടന്ന സംഭവങ്ങളാണ് എന്ന് നമുക്ക് ഉണരാൻ കഴിയും. ചേര, ചോഴ, പാണ്ഡ്യ, പല്ലവ രാജാക്കൾ ഭരിച്ചിരുന്ന തെക്കേ ഇന്ത്യയിൽ ഓരോ കാലഘട്ടത്തും ഓരോ രാജാക്കന്മാർ അവരുടെ രാജ്യം വിശാല രാജ്യമായിരുന്നു. അങ്ങനെ ചേരരാജ്യം വിശാല ചേരരാജ്യമായി ഇരുന്നപ്പോ തിരുവിതാംകൂർ, കൊച്ചി തൊട്ട് ഇപ്പൊ തമിഴ്നാട് സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്ന കരൂർ വരെ ആയിരുന്നു വിശാല ചേരരാജ്യം. ചേരരാജ്യത്തിന്റെ തലസ്ഥാനം കരൂരായിരുന്നു. അങ്ങനെ ഓരോ കാലഘട്ടം മാറി വരുമ്പോഴും ചിറ്റൂർ എന്നുള്ള ഈ പ്രദേശം ഒരു ഇൻഡിവിജ്വൽ പ്രോവിൻസ് ആയിരുന്നു, തനി രാജ്യമായിരുന്നു. പല കാലഘട്ടങ്ങളും ഈ വനത്തിലൂടെ സഞ്ചരിക്കുന്ന പാതകൾ. അങ്ങനെ മറ്റൊരു കാലഘട്ടത്ത് വിശാല ചോളമണ്ഡലമായിരുന്നു.
വിശാല ചോഴമണ്ഡലമായിരുന്ന സമയത്ത് ഈ പ്രദേശം ചോളന്റെ താഴോട്ടും ചില കാലം ഉണ്ടായിരുന്നു. അപ്പോഴും ഇൻഡിവിജ്വൽ പ്രോവിൻസ് ആണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ കുന്നംപിടാരി മല എന്നുള്ള ഈ സ്ഥലം കൊഴിഞ്ഞാമര ഗ്രാമപഞ്ചായത്തിലാണ്, ചിറ്റൂർ താലൂക്കില്. ഇതിന്റെ താഴോട്ട് ഒരു ചെറിയ അണക്കെട്ടുണ്ട്. ഇപ്പൊ അണക്കെട്ടാണെങ്കിലും പണ്ടും ഇതൊരു വെള്ളക്കെട്ടാണ്, ചെറിയ കുളമാണ്. അത് വലുതാക്കിയുള്ള ഒരു അണക്കെട്ടാക്കിയിട്ടുണ്ട്. ഈ കുളത്തിൽ നിന്നും വെള്ളം തിറന്നു വിടുകയാണെങ്കിൽ വെള്ളം പോകുന്ന വഴി, ആ വഴിത്താറ, ചാല്, വണ്ടിത്തോട് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഷട്ടറുകൾ തിറക്കുമ്പോൾ വെള്ളം പോകുന്ന ഈ വഴി സഞ്ചരിക്കുമ്പോൾ, ആ വെള്ളത്തിൽ പോകുന്ന വഴിയിലൂടെ സഞ്ചരിച്ചാൽ നമ്മൾ എത്തിച്ചേരുന്നത് ഒരു വലിയ ക്ഷേത്രത്തിലാണ്. അതായത് ഇവിടെ നിന്നും കൊഴിഞ്ഞാമര നല്ലേപ്പള്ളി വഴിക്ക് സഞ്ചരിക്കുമ്പോൾ നല്ലേപ്പള്ളിക്ക് മുമ്പിൽ ഒരു തോട് കടക്കും മെയിൻ റോഡിൽ. അതൊരു സംസ്ഥാന പാതയാണ്. അതിൽ നിന്നും നല്ലേപ്പള്ളി ഇരട്ടക്കുളം റോട്ടിലെ കൊറ്റമംഗലം എന്നുള്ള സ്ഥലത്തിലേക്ക് കടക്കുമ്പോൾ ഈ വണ്ടിത്തോട്, ഈ നീർച്ചാല് കടന്നുപോകും. അങ്ങനെ തേനാറി അതിലൂടെ സഞ്ചരിക്കുമ്പോൾ കൊടുമ്പ് വഴി പാലക്കാട് പോകുമ്പോൾ തിരുവാലത്തൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് മൂർത്തി ക്ഷേത്രം, അന്നപൂർണേശ്വരി ക്ഷേത്രം. ഇത്രയും വലിയ കല്ലുകൊണ്ട് നിർമ്മിച്ച ഈ ക്ഷേത്രം കെട്ടാൻ കുന്നംപിടാരി മലയിൽ നിന്നുമാണ് വലിയ കല്ലുകൾ കെട്ടി വലിച്ചു കൊണ്ടുവന്ന ആ വഴിത്താറയാണ് വണ്ടിത്തോട് ആയത്. കുന്നംപിടാരി അമ്മൻ ക്ഷേത്രം, അതായത് ശിവക്ഷേത്രവും കൂടിയാണ്. ശിവനും പാർവതിയും കൂടിയുള്ള ക്ഷേത്രം. ഇത് കിഴക്കു നോക്കി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. അതായത് ചിറ്റൂരിൽ നിന്നും കിഴക്ക് എന്ന് പറയുന്നത് കോയമ്പത്തൂർ. പണ്ട് കൊങ്ങൻപടയുടെ യുദ്ധം നടന്ന, നമ്മുടെ മുകളിൽ യുദ്ധം പ്രഖ്യാപിച്ച് യുദ്ധം നടത്താൻ വന്ന കൊങ്കുനാട്ടിന്റെ നോക്കി സ്ഥിതി ചെയ്യുന്ന ദിക്ക് ഇതാണ്. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ഈ യുദ്ധത്തിൽ നമ്മുടെ വാച്ച് ടവർ, അതായത് യുദ്ധകളത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ നിന്ന് ശത്രുവിന്റെ യുദ്ധസന്നാഹങ്ങൾ വരുന്നതെല്ലാം കാണുന്ന ഒരു വാച്ച് ടവർ എന്നുള്ള നിലയ്ക്കാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്. തുണി തിരുമ്പിക്കൊണ്ടിരുന്ന പെണ്ണുങ്ങൾ ഈ യുദ്ധസന്നാഹങ്ങളൊക്കെ നമ്മുടെ മുകളിൽ യുദ്ധം ചെയ്യാൻ വരുന്നു എന്നുള്ളത് കണ്ട് ഓടിച്ചെന്ന് പ്രമാണികളോട്, നമ്മുടെ ചിറ്റൂർ പ്രമാണികളോട് പറഞ്ഞ് എല്ലാവരും ജാഗ്രത പുലർത്തണമെന്ന് പറയാൻ ഓടിച്ചെന്നതായുമുള്ള സങ്കല്പങ്ങളും ഐതിഹ്യങ്ങളും മാത്രമല്ല ചരിത്ര സംഭവങ്ങളുടെ അടയാളങ്ങളാണ് ഇപ്പോഴും ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ചിറ്റൂർ ഭഗവതിയമ്മയുടെ ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള ആ ഒരു ചെറിയ വിഗ്രഹം, അത് ആ പെൺ ഇവിടെ ഇത്രയും പ്രശ്നങ്ങളായിട്ട് ആളുകളൊക്കെ വരുന്നു എന്ന് പറയാൻ പോയതായും, തുണി തിരുമ്പിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ തുണി പോലും ശ്രദ്ധിക്കാതെ പോയതുകൊണ്ട് ഇപ്പോഴും ചിറ്റൂർ ഭഗവതി അമ്മയുടെ ക്ഷേത്രത്തിൽ വരുന്ന പെണ്ണുങ്ങൾ അവരുടെ വസ്ത്രങ്ങളിൽ നിന്നും നൂലിഴകൾ എടുത്ത് ആ വിഗ്രഹത്തിൽ വെക്കുന്നത് ഒരു പ്രാർത്ഥനയാണ്, അത് പതിവാണ്. ഒരു യുദ്ധം എന്ന് വെച്ചാൽ ആ യുദ്ധത്തിൽ രണ്ട് രാജ്യത്തിന്റെയും വാച്ച് ടവർ, അങ്ങനെയുള്ള നമ്മുടെ വാച്ച് ടവറാണ് ഈ കുന്നംപിടാരി മലയുടെ മുകളിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ, ശത്രുവിന്റെ വാച്ച് ടവർ, നമ്മുടെ മുകളിൽ യുദ്ധം ചെയ്യാൻ വന്ന കൊങ്കുനാടിന്റെ വാച്ച് ടവർ എന്ന് പറയുന്നത് ഇപ്പോഴും ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിന്റെ പേര് പതിമലൈ. പതിമലൈ എന്ന് പറയുന്ന ആ കുമിട്ടിപതി വേലന്താവളത്തിൽ നിന്നും വഴുക്കൽ എന്നുള്ള സ്ഥലത്ത് കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ആ പതിമലയുടെ മുകളിൽ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. അത് പടിഞ്ഞാറ് നോക്കിയുള്ള ക്ഷേത്രമാണ്. രാജകേസരി പെരുവഴി. രാജകേസരി പെരുവഴി. പെരുവഴി എന്ന് വെച്ചാൽ തമിഴിൽ ഹൈവേ എന്നാണ് അർത്ഥം. തെക്കേ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ മുത്തുപവളം ഇങ്ങനെയുള്ള ഈ കല്ലുകളുടെ കച്ചവടത്തിന്റെ വലിയൊരു മാർക്കറ്റായിരുന്നു പോത്തനൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള വെള്ളലൂർ. ഇപ്പൊ കോയമ്പത്തൂരിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളലൂർ എന്നുള്ള സ്ഥലം, പോത്തനൂർ അടുത്തുള്ള വെള്ളലൂർ തെക്കേ ഇന്ത്യയുടെ ഏറ്റവും വലിയ മുത്തുപവളം മാർക്കറ്റായിരുന്നു. കാരണം അവിടെ നിന്നും കൊൽക്കൈ, പൂമ്പുകാർ, ഇതൊക്കെ വങ്കക്കടലിൽ ഉണ്ടായിരുന്ന ആ രാജ്യങ്ങളിൽ, ചോളനാട്ടിന്റെ തുറമുഖങ്ങളിൽ ഉണ്ടായിരുന്ന ആ സാധനങ്ങളെല്ലാം വന്നെത്തുന്നത് വെള്ളലൂരിലാണ്. അവിടെ ഒരു വലിയ പുഴയുണ്ട്, നൊയ്യൽ എന്നുള്ള പുഴ. നൊയ്യൽ നദിക്കരൈ നാഗരികം എന്ന് തന്നെ പറയും. ആ നൊയ്യൽ ആറ്റങ്കരയോരമുണ്ടായിരുന്ന ആ മുത്തുപവളം മാർക്കറ്റായിരുന്ന വെള്ളലൂരിൽ നിന്നും അവരുടെ രാജ്യ തലസ്ഥാനമായ പേരൂർ എന്നുള്ള ഒരു ഊർ, അതാണ്
ശരിക്കുമുള്ള കോയമ്പത്തൂർ ആയിരുന്നു. പേരൂരിൽ നിന്നും രാജകേശരി പെരുവഴി എന്നുള്ള പ്രധാന പാത, ഹൈവേ, അങ്ങനെ സുണ്ടക്കാമുത്തൂർ എന്നു വഴിക്ക് അയ്യാസ്വാമി മല എന്നുള്ള വഴി, ഈ കുമിട്ടിപതി പതിമല വഴി വേലന്താവളം എത്തിച്ചേർന്നിരുന്നു. വേലന്താവളം വഴി നാട്ടുകൽ, കൊഴിഞ്ഞാമ്പാറ, ചിറ്റൂർ, ഈ വഴിയിലൂടെ ഈ രാജകേശരി പെരുവഴി, ഈ പ്രധാന പാത ആലത്തൂർ, തൃശൂർ, കൊടുങ്ങല്ലൂർ വഴി എത്തിച്ചേർന്ന സ്ഥലം മുസിരീസ് എന്നുള്ള ഹാർബറായിരുന്നു. മുസിരീസ് തുറമുഖത്തേക്ക് എത്തിപ്പെടാനുള്ള രാജകേശരി പെരുവഴിയായിരുന്നു പണ്ട് തന്നെ. അത്രയും കാലഘട്ടത്തിൽ തന്നെ ഇത്രയും ഒരു പ്രധാന പാത നിർമ്മിക്കാൻ ചേര ചോഴ രാജാക്കന്മാർക്ക് കഴിഞ്ഞിരുന്നു. പല കാലഘട്ടത്തും ആ രാജകേശരി പെരുവഴി, ആ രാജ്യത്തിലൂടെ, ഈ പ്രധാന പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. കൊങ്ങൻപട ഇവിടെ നടന്ന ചരിത്രം എന്നുള്ള ആധാരങ്ങൾ കണ്ടെത്താൻ വേണ്ടി. ഈ സ്ഥലത്തിന്റെ പേര് പതിമല, അതായത് കുമിട്ടിപതി എന്നുള്ള സ്ഥലത്തിന്റെ അടുത്തുള്ള ഈ സ്ഥലം ഒരു കുന്നാണ്. ഈ മലയുടെ പേരാണ് പതിമല. രാജകേശരി പെരുവഴി എന്ന് കൊങ്ങൻപടയുടെ ചരിത്രത്തിൽ, കൊങ്ങൻപട യുദ്ധ സമാനമായ ആ സംഭവങ്ങളിലും മുസിരീസ് വരെയുള്ള തുറമുഖ നഗരത്തിലേക്ക് സഞ്ചരിച്ചിരുന്ന ചിറ്റൂർ വഴിയിലൂടെ പോയ ആ രാജകേശരി പെരുവഴി കടന്നുപോയ വഴിയാണ് ഈ സ്ഥലം. ഈ പതിമലയിലുള്ള ഗുഹകളിൽ വലിയ വലിയ കേവ്സ് ആണ്. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ആ കേവ്സിനുള്ളിലുള്ള ചിത്രങ്ങൾ, ആ പാറയിൽ കൊത്തിവെച്ച ചിത്രങ്ങൾ നമുക്ക് പറയുന്ന ചരിത്രങ്ങൾ വലുതാണ്. നമുക്ക് കണ്ട് ഉണരാം. ഇതാണ് പതിമലയുടെ ഗുഹ. മെഗാലിത്തിക് സ്റ്റോൺ ഏജ് എന്ന് പറയും. അതായത് തമിഴിൽ പറയുകയാണെങ്കിൽ പെരുങ്കற்காலம், മലയാളത്തിൽ പറയുകയാണെങ്കിൽ വലിയ ശിലായുഗം. ആ ശിലായുഗ കാലഘട്ടത്തിൽ, ആദ്യത്തെ വലിയ ശിലായുഗ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗുഹയാണിത്. ഇതിന്റെ പ്രായം ഏകദേശം 3000 to 4000 വർഷം പഴക്കമുള്ള ഒരു ഗുഹാചിത്രമാണിത്. ആർക്കിയോളജി, പുരാവസ്തു ഗവേഷണ വിഷയങ്ങളെല്ലാം ഇവിടെ വന്നത് ശരിവെച്ചതുമാണ്. ഇത് ചിത്രം ഒരു ആനയാണ്, ഇതൊരു തേരാണ്. അതായത് ഇവിടെ ഇപ്പോഴും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ബന്ദിപ്പൂർ. ബന്ദിപ്പൂരിൽ നിന്നുമുള്ള ആനകൾ സഞ്ചരിക്കുന്ന വഴിയാണിത്. ബന്ദിപ്പൂർ ടു ശിരുവാണി, ശിരുവാണിയിൽ നിന്നും മധുക്കര വഴി പ്രധാന പാതയായ ദേശീയപാത കടന്ന് ഈ സ്ഥലത്തിന്റെ പേര് കുമിട്ടിപതി. ഇതിന്റെ അടുത്തുള്ള സ്ഥലത്തിന്റെ പേരാണ് മാവുത്തമ്പതി. ഇതിൽ കൂടി ചെമ്മണാമ്പതി, അതായത് വാൾപ്പാറയിലേക്ക് സഞ്ചരിച്ചിരുന്ന ആന വഴിത്താറയായിരുന്നു ഇത്. അതായത് മാവുത്തമ്പതി. ഈ സ്ഥലം അടുത്തുള്ള പ്രധാന സ്ഥലം എന്ന് പറഞ്ഞാൽ വേളന്താവളമാണ്. വേളന്താവളം തമിഴ്നാട് കേരള അതിർത്തിയിലുള്ള കേരളത്തിന്റെ അവസാനത്തെ ഒരു ഊരാണ് വേളന്താവളം. അത് സംസ്ഥാന ചെക്ക് പോസ്റ്റുകൾ അടക്കമുള്ള ഒരു അതിർത്തി പ്രദേശം. വേളന്താവളം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ തമിഴില് വേളം എന്ന് പറഞ്ഞാൽ ആന, താവളം എന്ന് പറഞ്ഞാൽ താവളം, ആനത്താവളം. കൃത്യമായി പറയുകയാണെങ്കിൽ സംഘകാല കൃതികളിൽ, പാട്ടുകളിൽ, സംഘ ലേഖനങ്ങളിൽ ഉള്ള ഒരു പാട്ടാണ് ഇത്. ഒരു വലിയ ആനച്ചന്തയായിരുന്നു. അതാണ് അടുത്ത് ആനപ്പാപ്പന്മാർ ആനയെ കുഴിയിൽ ഇട്ട് പിടിക്കുന്നത്, കാട്ടാനകളെ കുഴി വെട്ടി പിടിക്കുന്ന സ്ഥലം, അതിന്റെ ആളുകളൊക്കെ ഉള്ള സ്ഥലമാണ് മാവുത്തമ്പതി. മാവുത്തം എന്ന് പറഞ്ഞാൽ ആനക്കാരൻ, ആനയുടെ കാപ്പാളൻ എന്നാണ് തമിഴിലെ അർത്ഥം വരുന്നത്. ആ സ്ഥലത്തിന്റെ അടുത്തുള്ള വേളന്താവളം എന്ന് പറയുമ്പോൾ ആനകളുടെ താവളം. അത്രയും കൃത്യമായുള്ള ഈ മലയുടെ ഈ ഗുഹ പല കാലത്തും, സംഘകാലം കഴിഞ്ഞു, ചേര ചോഴ പാണ്ഡ്യ കാലഘട്ടത്തും കൊങ്കുനാട് അഖണ്ഡ ചോഴമണ്ഡലം ചെറിയൊരു ചോഴനാട് ആയപ്പോ നമ്മുടെ ചിറ്റൂരിന്റെ മുകളിൽ യുദ്ധം ചെയ്തപ്പോ അവരുടെ പടയും സന്നാഹങ്ങളെല്ലാം താവളം അടിച്ച് തങ്ങിയ സ്ഥലവും അവരുടെ വാച്ച് ടവറുമാണ് ഈ ഗുഹയുടെ മുകളിലുള്ള മലയിൽ ഉള്ളത്. ആ മലയുടെ മുകളിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചിറ്റൂർ പ്രദേശം മുഴുവനും നമ്മുടെ ചിറ്റൂർ പ്രദേശം മുഴുവനും ഇവിടെ നിന്ന് കാണാൻ കഴിയും. അതുപോലെ അവരുടെ വാച്ച് ടവർ ഇതിന്റെ ദിക്ക് പടിഞ്ഞാറ് നോക്കിയാണ്. കൊങ്ങമ്പട യുദ്ധം കഴിഞ്ഞു. കൊങ്കു രാജാവിനെ കോങ്കാമ്പാറ എന്നുള്ള ഒരു സ്ഥലമുണ്ട്. ഇപ്പോൾ വാളയാർ ഡാം നിലനിൽക്കുന്ന സ്ഥലം. അവിടെ വെച്ച് വധിക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ചരിത്രത്തിൽ പല ഭാഗങ്ങളും. തമിഴ്നാട്ടിൽ ഒരു പുസ്തകമുണ്ട്, ഡോക്യുമെന്റേഷൻ, ചരിത്രപരമായിട്ടുള്ള ഡോക്യുമെന്റേഷൻ
ആർക്കിയോളജിക്കൽ ഡോക്യുമെന്റേഷൻ. വാൾ വീച്ച് വഴിപാട് എന്ന് അതിന് പറയും. വാൾ വീച്ച് വഴിപാട്, അതായത് കേരളത്തിലുള്ള ചിറ്റൂർ ഭഗവതിയമ്മൻ ക്ഷേത്രത്തിൽ ഓരോ വർഷവും മലയാള മാസം കുംഭമാസം വാൾ വീച്ച് വഴിപാട്, ചിറ്റൂർ ഭഗവതിയമ്മൻ്റെ ഒരു വിശേഷം, ഒരു ആഘോഷം നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ്? കൊങ്ങമ്പട യുദ്ധം കഴിഞ്ഞതിന് ശേഷം, കൊങ്കുരാജാവ് കൊല്ലപ്പെട്ടതിന് ശേഷം, കൊങ്കുരാജാവിൻ്റെ മകൻ, 14 വയസ്സ് മാത്രം പ്രായമുള്ള മകൻ അവിടെ ഭരണം നടത്താൻ സാധിക്കില്ല എന്ന് വെച്ച് അദ്ദേഹത്തിനെ മാറ്റി പാർപ്പിച്ചു. ആ രാജ്യം രാജാവില്ലാതെ രാജ്യമായിരുന്നു. നമ്മൾ ചിറ്റൂരിൻ്റെ സന്നാഹങ്ങൾ, കൊച്ചിയുടെ സന്നാഹങ്ങൾ കോയമ്പത്തൂരിനെ പിടിച്ചടക്കി. കോയമ്പത്തൂരിൻ്റെ മുകളിൽ യുദ്ധം ചെയ്ത് പിടിച്ചടക്കി. 10-ൽ കൂടുതൽ കൊല്ലം, 10 വർഷത്തിൽ കൂടുതൽ കോയമ്പത്തൂരിനെ കൊച്ചി ഭരിച്ചു. അപ്പോൾ ആ ഊരിൻ്റെ പേര് പേരൂർ, കോവനൂർ, കോയവന്നൂർ എന്നുള്ള പേരെല്ലാം മാറ്റി ആ ഊരിൻ്റെ പേര് തന്നെ മാറ്റി. വീരകേരള നല്ലൂർ എന്നായിരുന്നു ആ ഊരിൻ്റെ പേര്. കൊച്ചി ഭരിക്കുന്നത് വരെ ആ രാജ്യത്തിൻ്റെ പേര് വീരകേരള നല്ലൂർ എന്നായിരുന്നു. ഇപ്പോഴും ജീവിക്കുന്ന സാക്ഷ്യമായി നിങ്ങൾ കോയമ്പത്തൂരിലെ ശിരുവാണി പോകുന്ന വഴിക്ക് പേരൂർ എന്നുള്ള ചരിത്രപരമായിട്ടുള്ള ഒരു സ്ഥലത്തിൻ്റെ തൊട്ട് വീരകേരളം എന്നുള്ള ഒരു പേരൂരാക്ഷി, ഒരു ഗ്രാമപഞ്ചായത്തിനേക്കാളും വലുതായിട്ടുള്ള ഒരു ഊരാക്ഷി ഒൻട്രിയം ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ ഭൂപ്രദേശം പെട്ടെന്ന് കാണുകയാണെങ്കിൽ നമ്മുടെ കേരളം പോലെ തന്നെ ഉണ്ടാവും. കാരണം നമ്മുടെ കേരളീയർ അവിടെ കൃഷി ചെയ്തു. അവിടെ 10 വർഷത്തിൽ കൂടുതൽ കൊച്ചി കോയമ്പത്തൂരിനെ ഭരിച്ചു. ആ സ്ഥലത്തിൻ്റെ ഊരുപേരിനെ മാറ്റി. അതിൻ്റെ സാക്ഷ്യമാണ് ഇതാ ഇപ്പോൾ നിങ്ങൾ കാണുന്നു. നമ്മൾ ഭരിച്ചിരുന്നു. ആ സമയത്ത് ഈ ഊരിൻ്റെ പേര് നമ്മൾ മാറ്റി, വീരകേരള നല്ലൂർ എന്ന് മാറ്റി. അതിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോഴും പേരൂരിൻ്റെ അടുത്ത് വീരകേരളം എന്നുള്ള ഒരു ഊര്, ഒരു ഗ്രാമപഞ്ചായത്ത്, ഒരു ഊരാക്ഷി ഇവിടെ നിലനിൽക്കുന്നത്. ചരിത്രത്തിൻ്റെ സാക്ഷിയാണ്. ഓരോ വർഷവും കുംഭമാസം നടക്കുന്ന കൊങ്കൺപട നമുക്ക് സൂചിപ്പിക്കുന്നത് മതേതരം മാത്രമല്ല, ജാതി മതം മാത്രമല്ല, ഭാഷ വ്യത്യാസം പോലും ഇല്ലാതെ രാജ്യം ഒന്നാണ് എന്നുള്ള ഒരു സൂചനയാണ് കൊങ്കൺപട നമുക്ക് തരുന്നത്. കാരണം ഇവിടെ ഈ മണ്ണിനെയും മക്കളെയും സംരക്ഷിക്കാൻ നടന്ന ഒരു യുദ്ധം, ആ യുദ്ധത്തിനെ നമ്മുടെ മണ്ണിനെ എതിരായി യുദ്ധം ചെയ്യാൻ വന്നവർ സംസാരിക്കുന്ന ഭാഷ ഇവിടെയുള്ളവരും സംസാരിക്കാറുണ്ട്. ആ ഭാഷ സംസാരിക്കുന്നത് കൊണ്ട് നമ്മുടെ ആളുകൾ എന്ന് അവരോട് ചേർന്നതല്ല. ഈ മണ്ണിനെയും മക്കളെയും സംരക്ഷിക്കാൻ കൊങ്കമ്പടയിൽ ചിറ്റൂർ ഭഗവതിയമ്മനോട് ചേർന്ന് നിന്ന് യുദ്ധം നയിച്ച് വിജയിപ്പിച്ചവരാണ് കേരളത്തിൽ, യഥാർത്ഥ കേരളത്തിൽ, തിരുക്കൊച്ചിയിൽ, എരുത്തേമ്പതി, കൊഴിഞ്ഞാമ്പാറ, വടകരപ്പതി, നെല്ലേപ്പിള്ളി, പെരുമാട്ടി, പട്ടഞ്ചേരി, ചിറ്റൂർ, തത്തമംഗലം മുനിസിപ്പാലിറ്റി, വടകരപ്പതി ഉൾപ്പെടെയുള്ള 6 ഗ്രാമപഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയിലും ജീവിക്കുന്ന തമിഴർ. കാരണം കൊങ്കുരാജാവ് യുദ്ധം പ്രഖ്യാപിച്ചതിനുള്ള ഓല അയച്ചു. ഇപ്പോഴും കൊങ്കമ്പട ആ സംവിധാനത്തിൽ, ആ ആഘോഷവേളയിൽ ഓല വായിക്കുന്നത് ഒരു വലിയൊരു സംഭവമാണ്. ആ ഓല തമിഴിലാണ്. ഇവിടെ മലയാള ഭാഷയിൽ അത് വായിക്കാൻ അറിയാത്തത് കൊണ്ട് ഇവിടെ ഉള്ളവർ തന്നെ തമിഴ് വായിക്കാൻ അറിഞ്ഞവർ അത് വായിച്ചു കാണിച്ചതായി ആ ചരിത്രം പറയും. ഇത് പറയാൻ കാരണം ഇപ്പോഴും ഇത് 2025 പറമ്പിക്കുളം ആളിയാർ ജലക്കരാർ പുതുക്കാത്തത് കൊണ്ട് തമിഴരെയും മലയാളികളെയും തമ്മിൽ തല്ലിപ്പിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഓരോ തവണ ഉയരുമ്പോഴും കൊഴിഞ്ഞാമ്പാറ, എരുത്തേമ്പതി, വടകരപ്പതി ഈ 3 പഞ്ചായത്തിലുള്ളവർ വെകുഭൂരിപക്ഷവും മാതൃഭാഷ തമിഴായതുകൊണ്ട് അത് തമിഴ്നാടിൻ്റെ ഭാഗമായിരുന്നു, അതിവിടെ ചേർത്തത് കൊണ്ടാണ് ഇവിടെ നമുക്ക് ജലക്ഷാമം വരുന്നത് എന്നുള്ള പച്ച നുണ ഇവിടെ രാഷ്ട്രീയമായിട്ട് 4 രാഷ്ട്രീയ പാർട്ടികളും പ്രചരിപ്പിച്ച് ഇപ്പോൾ ഭാഷാവംശീയ സ്പർദ്ധത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കണം. ഭാരതത്തിൻ്റെ പരമോന്നതയെ വെല്ലുവിളിക്കുന്ന ഈ വിഷയത്തിന് ഉത്തരം നമുക്ക് കാണണം. കാരണം ഇവിടെ പറയാനുള്ളത് കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു വിഷയം പറയുമ്പോൾ വിഷയത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ജാതി, മതം എന്നുപോലെ ഭാഷയും ഇവിടെ ഒരു കാരണമാണ്. അതിൽ നമ്മൾ പെടരുത്. ഇന്ത്യയുടെ പരമോന്നതയെ വെല്ലുവിളിക്കുന്ന ഒരു വിഷയത്തിലേക്കും നമ്മൾ ഇടം തരരുത്. ഓൺ ദി ബേസിസ് ഓഫ് സയൻസ് നമ്മുടെ ഭൂമിയുടെ പ്രായം ഏകദേശം 460 കോടി വർഷമാണ്. നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ പ്രായം ഏകദേശം 15 കോടി വർഷം. 8 ലക്ഷം വർഷം പഴക്കമുള്ള ഭാരതപ്പുഴയുടെ കരയിലാണ് ചിറ്റൂർ. ബഹുമാനപ്പെട്ട മഹത് വ്യക്തി, ഭാഷാ പിതാമഹൻ, നമ്മുടെ തുഞ്ചത്ത് എഴുത്തച്ഛൻ ഉറങ്ങുന്ന സ്ഥലം. ഇവിടെ ഉള്ള ഭാരതപ്പുഴയുടെ കരയിൽ ജീവിക്കുന്ന നമ്മൾ ഭാരതപ്പുഴയുടെ വെള്ളത്തിന് വേണ്ടി കേടുന്നു എന്നുള്ള വിഷയത്തിന് ഈ ഭാഷാ വിഷയം കാരണമാകരുത്. കാരണം
ഇവിടെ ഓരോ തവണയും വെള്ളമാണ് വേണ്ടത്. കരാർ എന്താണ്? തമിഴ്നാട് ആരോട് കരാർ ചെയ്തു? ഇതൊക്കെ കൊങ്കമ്പടയേക്കാളും വലിയൊരു യുദ്ധത്തിനെ കാത്തിരിക്കുകയാണ്. അത് നിയമയുദ്ധമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം കാത്തുസൂക്ഷിക്കാൻ ജാതിയില്ല, മതമില്ല എന്ന് മാത്രമല്ല, ഭാഷവിദ്വേഷം പോലുമില്ല. അതാണ് രാജ്യത്തിൻ്റെ ഏകത. അതിനുവേണ്ടി നമ്മുടെ ജനാധിപത്യം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി പൊതുവെ പറയും, ആര് ഭരിക്കുമ്പോഴും ഭരണത്തിലില്ലാത്തവർ പറയും ചരിത്രം വളച്ചൊടിക്കുന്നു, ചരിത്രം വളച്ചൊടിക്കുന്നു എന്ന്. ഇവിടെ ചരിത്രം വളച്ചൊടിക്കലല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യമായ ചരിത്രം മായ്ച്ചുകളയുക, മാച്ചിട്ട് ഒരു നുണ ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 40 ആണ്ടുകൾ, 4 പതിറ്റാണ്ടുകളായി ഇവിടെ പറയപ്പെടുന്ന, എഴുതപ്പെടുന്ന ചരിത്രങ്ങൾ നുണചരിത്രങ്ങളാണ്. ചരിത്രം വളച്ചൊടിക്കലല്ല, നുണചരിത്രമാണ് 4 രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നുണ. അത് മനസ്സിലാക്കാൻ ഇനി വരുന്ന എപ്പിസോഡിൽ 4 നേതാക്കന്മാരും 40 അടിമകളും, കൊങ്കമ്പട യുദ്ധം പോലെ തന്നെ നമ്മുടെ ജനാധിപത്യം കാത്തുസൂക്ഷിക്കാൻ വീണ്ടും നമുക്കൊരു യുദ്ധം ചെയ്യേണ്ടി വരും. അത് ജനാധിപത്യപരമായിട്ടുള്ള നിയമയുദ്ധമായിരിക്കും, ജനങ്ങളുടെ ജനാധിപത്യ യുദ്ധമായിരിക്കും. സ്നേഹപൂർവ്വം നിങ്ങളുടെ കെ. ശരവണകുമാർ. നന്ദി, വണക്കം.